ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിയ. അപ്പോൾ ഇന്ന് പേരൻറ്റിങ്ങിൻ്റെ വേറൊരു ലെവലിലേക്കാണ്. ഹൗ ടു ബിഹേവ് വിത്ത് അവർ ചിൽഡ്രൻ, എങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികളോട് പരമാവധി, കാരണം അവർ അന്നത്തെ ഒരു ഡേ ഫുള്ള് രാവിലെ ഒരു 7 AM ടു സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് ഒരു 4 PM വരെയുള്ള ടൈമിൽ അവർ എത്രമാത്രം സ്കൂളിൽ ഹാപ്പി ആയിരിക്കും, എത്രമാത്രം സാഡായിരിക്കും, എങ്ങനെയൊക്കെയാണ് അവർ പോകുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ വന്ന് കയറുന്ന സമയത്ത്, കാരണം അവർ എത്രമാത്രം സ്ട്രെസ്ഡ് ആയിരിക്കും നമുക്കറിയില്ല. കാരണം നമ്മുടെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കാം മേ ബി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂൾ കാലഘട്ടം പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് പരമാവധി അവരുടെ അവസ്ഥകളെ മാനിച്ചുകൊണ്ട് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, ഭക്ഷണം എടുത്ത് കൊടുക്കുക. തന്നെ എടുത്ത് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ രാവിലെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടുന്ന് മുതൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക. രാവിലെ ക്ലാസ്സിൽ ഏതൊക്കെ ടീച്ചേഴ്സ് വന്നു, അവരെന്തൊക്കെ പഠിപ്പിച്ചു, അതിൽ നിന്ന് കുട്ടിക്ക് എന്ത് ലഭിച്ചു, ഒരു ലേണിംഗ് ഔട്ട്കം എന്താണ് കുട്ടിക്ക് കിട്ടിയെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് ഫിസിക്കലി എന്തെങ്കിലും ഹേർട്ടായ മൊമെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മെൻ്റലി കുട്ടിക്ക് ഹേർട്ടായ എന്തെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടായോ, അതും നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായോ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട്, അതൊക്കെ പരമാവധി അവരോട് ചോദിച്ച്, അവർക്ക് പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്തും ഷെയർ ചെയ്യാൻ പാകത്തിനൊരു നല്ല ഫ്രണ്ട് ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റെന്തിനേക്കാളും പേരൻസ് സ്ട്രിക്റ്റാണ്, എൻ്റെ വീട്ടിലെ പേരൻ്റ് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എന്നെ തല്ലും അടിക്കും, അതല്ല. അതിനപ്പുറത്തേക്ക് പേരൻ്റ് ഒരു നല്ല ഫ്രണ്ടായിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ചില സിനിമകൾ ആക്ടർ രഞ്ജി പണിക്കർ, എനിക്ക് ആ ആക്ടർ വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു പെർഫെക്റ്റ് ഫാദർ മെറ്റീരിയൽ പോലെയാണ്. നല്ലൊരു അച്ഛൻ എങ്ങനെയാണോ ഒരച്ഛൻ എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ ആവണമെന്ന് അച്ഛന്മാരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളും ഉണ്ട്, സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാൻ ശ്രമിക്കണമെന്നല്ല, എന്നാലും കുറച്ചൊക്കെ ഫ്രണ്ട്ലി, കുറച്ചല്ല, ഫ്രീഡം കൊടുക്കുക, ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക. കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നതിൽ യാതൊരു, അവരവരുടെ മക്കളല്ലേ, ഒന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് നിൽക്കുക. ചിലപ്പോൾ അവരനുഭവിക്കുന്ന സ്ട്രെസ്സിനും കടന്നു പോകുന്ന ആ ഒരു ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ള പാത്ത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര സങ്കടമായിരിക്കും അവർക്ക്. അതിൽ നിന്നൊക്കെ ഒന്ന് കര കയറാൻ ചിലപ്പോൾ അവർക്ക് ഈ ഹഗ് കൊണ്ട് സാധിച്ചേക്കും. അതിലും കൂടാതെ നിങ്ങളൊരു ലിസണറായിട്ടിരിക്കുക, കുട്ടിയെ കേൾക്കാൻ. എൻ്റെ കുട്ടിക്ക്, അവൾക്ക് കേൾക്കാൻ ഞാനുണ്ട്, ഒരു ഫ്രണ്ട് വേണ്ട, വേറെ ആരും വേണ്ട, ഞാനുണ്ടല്ലോ, എന്നോട് പറയാമല്ലോ എന്നൊരു സിറ്റുവേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുവരിക. ബീയിങ് എ ഗുഡ് ഫാദർ, അല്ലെങ്കിൽ ബീയിങ് എ ഗുഡ് മദർ, ഗുഡ് പേരൻറ്റിങ്. ടോക്സിക് പേരൻറ്റിങ് ലെവലിലേക്ക് പോകാതിരിക്കുക. കാരണം നമ്മുടെ കുട്ടിയാണ്, പോയി കഴിഞ്ഞ് ഇത്രയും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഭയങ്കര കടുംപിടുത്തത്തിൽ വളർത്തിയിട്ട് പിന്നെ മിണ്ടാതൊരു മൂലയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി കുട്ടി ഒന്നും ചെയ്യാതായി കഴിയുമ്പം ഇങ്ങനെ പറയുന്ന പേരൻസിനെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, ഇത്രയും പൊന്നു പോലെ നോക്കി വളർത്തിയിട്ട് എൻ്റെ കുട്ടി ഇപ്പം ആ മുറിയിൽ നിന്ന് അനങ്ങുന്നില്ല, ഇറങ്ങുന്നില്ല, മിണ്ടുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ മെയിൻ പ്രശ്നം കൗൺസിലിങ്ങിനെ കൊണ്ടുപോയാൽ കുട്ടി ഒന്ന് മാറി, അതുവരെ വളർന്ന രീതിയിലൊന്നും മാറിയ കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, കുട്ടി കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ. അതുകൂടാതെ കൊണ്ടുപോയിട്ട് ഇത് പുറത്ത് ആരോടെങ്കിലും പറയാൻ പേടി. കാരണം കൗൺസിലിംഗ് എന്ന ചിന്താഗതി, ഭ്രാന്തിനുള്ള ചികിത്സയാണ് കൗൺസിലിംഗ് എന്നുള്ളതാണ് പലരുടെയും ചിന്താഗതി. അതാണ് ആദ്യം മാറ്റേണ്ടത്. മൈൻഡ് സ്ട്രെസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ, മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരാളോട് തുറന്ന് സംസാരിക്കാനായിട്ട്, നമുക്കൊരു സ്കഫോൾഡിംഗ് ആയിട്ട്, ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കാൻ പറ്റിയത്, സംസാരിക്കാൻ പറ്റിയൊരു വ്യക്തി കൂടിയാണ് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ. ആ ആൾ നമ്മളെ കേൾക്കും, നമുക്ക് എന്താ നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ പുറത്ത് കൊണ്ടുവരാൻ നല്ല നല്ല മോട്ടിവേഷൻസ് തരും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അതൊരു ഡോക്ടർ എന്ന സ്ഥാനത്തേക്കാൾ ഉപരി ആ കൗൺസിലർ നമുക്കൊരു ഫ്രണ്ടായിട്ടിരിക്കും, അല്ലാതെ അതൊരു മെൻ്റൽ ഡിസീസ് അല്ല. കുട്ടികളെ കൊണ്ടുപോകണം. ആരും മറ്റൊരാൾ, നാട്ടുകാരത് പറഞ്ഞു, സമൂഹം ഇത് പറഞ്ഞു, ബന്ധുക്കാരിത് പറഞ്ഞു, അങ്ങനെ ഒരു രീതിയിൽ പോകേണ്ട ഒരു കാര്യമില്ല, പോകണ്ട. മാക്സിമം നമ്മൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്, എൻ്റെ വീട് അതാണ് എനിക്ക് എൻ്റെ ഹെവൻ, എൻ്റെ സ്വർഗം, എനിക്ക് എൻ്റെ വീട് കഴിഞ്ഞ് എനിക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, എനിക്ക് എൻ്റെ വീടാണ് ഏറ്റവും വലിയ കംഫർട്ടബിൾ സോണെന്ന് കുട്ടികൾ തന്നെ പറയണം, ഫ്രണ്ട്സിനോട് തന്നെ പറയണം. ആ ഒരു ലെവലിലേക്ക്, വീടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേടിപ്പെടുത്തുന്ന ഒരു ഹോണ്ടിങ് പ്ലേസായി വീട് ഒരിക്കലും മാറരുത്. അത് ഏറ്റവും വലിയ, അങ്ങനെ തോന്നിപ്പിക്കുന്നത്, കുട്ടികളെ തോന്നിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ. ഇതാണ് ഇന്നത്തെ നിയാസ് മെസ്സേജ്.